കേരളത്തിലെ നഗരസഭകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നഗരസഭാ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ 2026 ജൂലൈ 30 രാവിലെ 9:30 സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെയും നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രന്റെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. ആയതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറവിനോടനുബന്ധിച്ച് കേരളത്തിലെ 87 നഗരസഭകളിലെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25-26 ആ വർഷത്തെ പദ്ധതി വിഹിതം 8.5 കോടി രൂപയായിരുന്നു. അത് 6 കോടി രൂപ വെട്ടിക്കുറച്ചുകൊണ്ട് സമരത്തിനോടൊപ്പം ആ സമരത്തിൽ പങ്കാളികളാവാൻ വടക്കാഞ്ചേരിയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് UDF അധികാരത്തിൽ വന്നതിന് ശേഷം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ഏകദേശം ജനറൽ വിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലുമായി 6.5 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വന്നതിന് ശേഷമാണ് ഈ വെട്ടിക്കുറവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് നഗരസഭയിലെ കോർപ്പറേഷന്റെയും ജനപ്രതിനിധികൾ നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. കേരളത്തിലെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ജനകീയാസൂത്രണം വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ജനകീയാസൂത്രണ പദ്ധതി. ആ പദ്ധതിയെ തകർക്കാനും വികസനം മുരടിപ്പിക്കാനും ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് UDFന്റെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചും അതിനുശേഷം 1-ാം തീയതി 3-ാം തീയതി നടത്തുന്ന അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന മാർച്ചിലും വികസനം ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ LDFന്റെ ജനപ്രതിനിധികളാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രയാവുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൗൺസിലർമാരെയും LDFന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്വപ്ന ശശി, PG സനീഷ്, ധന്യ നിതിൻ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭകളുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ തീരുമാനം പിൻവലിക്കണമെന്നും നഗരസഭകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, വികസന ഫണ്ടുകൾ പുനഃസ്ഥാപിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.